ഒരു തുളസി ചായ ഉണ്ടാക്കാം. ഇതാണ് ഉപയോഗിക്കുന്നത് തുളസി ചായക്ക്. വെള്ളം തിളച്ചിട്ടുണ്ട്, ഇത് മതിയാകും. കുടിക്കാനായിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുട്ടുണ്ടാക്കുകയാണേ. ആവി വന്നിട്ടുണ്ട്, ഇതിലേക്ക് വെച്ചോ. പുട്ടിൽ ആവി വന്നിട്ടുണ്ട്, ഇത് മതിയാകും. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? കോഫി ഇടുകയാണേ. പഞ്ചസാര. ഇന്ന് ക്യാരറ്റ് തോരൻ വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കഴിയുമ്പോഴത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റിലേക്ക് നല്ലതുപോലെ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, കുറച്ച് ഉപ്പ്, അതുപോലെ 2 ചുള വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് പച്ചമുളക് ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് ക്യാരറ്റ് വെന്ത് വരാനായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടതാണ്.
ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നവരെ യോജിപ്പിച്ചെടുക്കണം. ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയിൽ ക്യാരറ്റ് വെച്ചാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ വെള്ളമയം എല്ലാം തീരുമ്പോഴത്തേക്ക് ചട്ടിയിലേക്ക് ചെറുതായിട്ട് അടിയിൽ പിടിക്കാനായിട്ട് തുടങ്ങും. ഈ സമയം കൊണ്ട് തന്നെ ക്യാരറ്റ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, കാണാമല്ലോ. അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ചായ ഇടാം. ബഫലോ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇലച്ചായയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് വെച്ചേക്കാം. എങ്കിൽ മാത്രമേ അതിൻ്റെ കടുപ്പം ആ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. മീൻ വറുക്കാനായിട്ട് പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ്. ഇന്ന് 3 കഷ്ണങ്ങളെ വറുക്കുന്നുള്ളൂ. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവ് ഒരല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മീന് തിരിച്ചിട്ട് കൊടുക്കാം. കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വറക്കാം. കറിവേപ്പില എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കിടന്നാൽ അത് കരിഞ്ഞു പോകും. ഇത് നല്ല കട്ടിയുള്ള മീനാണല്ലോ, അപ്പോൾ കുറച്ചധികം സമയമെടുക്കും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടാനായിട്ട്. മീൻ റെഡിയായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് നേരം കൂടെ പാനിലിരുന്നോട്ടെ. പാനിലെ ചൂട് മാറിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ എടുത്ത് മാറ്റാം. അതുവരെ ഇരുന്ന് ഇത് നല്ലപോലെ മൊരിഞ്ഞു വന്നോളും. ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് കഴിക്കുന്നത്. പാനിലെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം വറുത്ത മീനൊക്കെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലെ എണ്ണ വലിഞ്ഞോളും. ഇന്ന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ കോലാപ്പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. 7-8 ഗ്രാമ്പു, 1 തക്കോലം ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക്, വളരെ കുറച്ച് ഉലുവ, അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് കശകശ. ചെറിയ തീയിലേക്കിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ വേറൊരു പാനിലേക്ക് മാറ്റുവാണ്. വീണ്ടും അതേ പാൻ വയ്ക്കാം. ഇതിലേക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടെ റോസ്റ്റ് ചെയ്തെടുത്തോളൂ. ഇതിനെ മസാലയോടൊപ്പം വയ്ക്കാം. ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് റോസ്റ്റായി നിറം മാറി വന്നോട്ടെ. തേങ്ങയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിയിലേക്കിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നോട്ടെ. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി പൊടികളുടെ പച്ച രുചിയെല്ലാം മാറ്റിയെടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല സവാളയോടൊപ്പം മിക്സായി വന്നോട്ടെ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇളക്കി മസാലയോടൊപ്പം യോജിപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച ശേഷം ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ചിക്കൻ നല്ലതുപോലെ വെന്ത് വറ്റി വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ്. അല്പം ഫ്രഷായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. വൈകിട്ട് കഴിക്കാനായിട്ട് 2 നേന്ത്രക്കായ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. നേന്ത്രക്കായ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.